ഹലോ ഗോയ്സ്, അപ്പൊ ഞമ്മളിപ്പം കോഴിക്കോടാണ്. നമ്മൾ മൂന്നാളുണ്ട് ഗോയ്സ്. ഇറ്റാണ്, ഫോണ് ക്ലിയർ ഇല്ല, അതുകൊണ്ട് ആരും കാണുന്നില്ല ഗോയ്സ്. നിങ്ങളെന്റെ പല്ല് കാണുന്നുണ്ടോ? നമ്മളെ മുന്നില് നമ്മളിപ്പോ കോഴിക്കോട് സൗത്ത് ബീച്ചിൽ കേറി ഇങ്ങനെ പോവാണ്. മുന്നിലൊരു ഗിറ്റാറായിട്ട് ടീമുണ്ട്. ഓല് നമ്മളെ വെറുതെ സസ്യാക്കി ഓലെ കൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ പോവാണ് അല്ലേ. അപ്പൊ ഗോയ്സ് അങ്ങനെ നമ്മൾ ഓല് പാട്ടാണ്ട് നോക്കുക. വേറെ ചങ്ങായി തന്നെ ബാക്കിൽ ഇങ്ങനെ ഫോൺ വലിച്ചല്ലേ ചങ്ങായി ആയിട്ടില്ല. ബോസിനൊന്ന് കാണാം. ബോസേ, അപ്പൊ ഒരു പാട്ടാടി നമുക്ക്. ഞാൻ വീഡിയോ ഇട്ടുണ്ട്, എന്റെ ചാനലുണ്ട്. അനക്കും ചാനലുണ്ടോ? ഇതിനൊക്കെയല്ല ഇപ്പോ ഗായ്സ് നമ്മുടെ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട് ഗായ്സ്. വരുന്ന പേര് അലി ഗായ്സ്. ഷോമ എന്ന് പറയും. എന്തൊരു ഷോമൻ. നമ്മുടെ അലിയുടെ ചാനല് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണം ഞെക്കാൻ മറക്കരുത്. ഇപ്പൊ 28 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാനടക്കം 29 ഗൈസ്. പെട്ടെന്ന് കയറും. അപ്പൊ നിങ്ങളെ പേര് പറയും, ഒരു പാട്ട് പാടും. നിങ്ങളെ പേര് പറയും, നിങ്ങളെ പേര് പറഞ്ഞ ഒരു പാട്ട് പറയും. ബോസിന്റെ പേര് വരും. ആശിഫ്. സ്ഥലം തിരുവനന്തപുരം. ഓ, തിരുവനന്തപുരം. ലൈറ്റ് കത്തുന്ന ബലൂൺ. ഓ, ചേട്ടാ ആയി അറി. അപ്പൊ നമ്മളെ ബോസന്മാര് പാട്ട് പാടുണ്ട്. തിരുവനന്തപുരത്തുള്ളവരാണ്. ദമ്മാക്കുണ്ട്. ഇത് അപ്പൊ നമ്മുടെ കോഴിക്കോടിലെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇന്ന് നമ്മൾ കോഴിക്കോട് വെച്ചിട്ടാണ് പാട്ട് പാടാൻ പോകുന്നത്. അപ്പൊ കോഴിക്കോട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒത്തിരി പേര് പിടിക്കുന്നുണ്ട്. ഇതെല്ലാരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ്. എല്ലാരും ഹായ് കൊടുക്കും. ചാനലില്ല ഗോയ്സ്. നമ്മുടെ മലപ്പുറത്തുള്ള സബ്സ്ക്രൈബർ ആണ്. നമ്മള് മലപ്പുറം കൊണ്ടോട്ടി ഇങ്ങോട്ട് വന്നാൽ നമ്മളെ കാണാൻ കല്ലൂരി എന്തമ്മാക്കി പാടി ബോസ്. നേരെ അവിടെ കയറി ഇങ്ങനെ കൊണ്ട് പോരും. നമ്മ പാട്ടാരാണ് കേട്ടോ ഗോയ്സ്. ഗൈസ്, കടലിൽ വെള്ളമുണ്ട് ഗൈസ്. കടലിൽ വെള്ളം ഉണ്ടോ? കടലിൽ വെള്ളം വന്നു. അന്ന് പോയോ കയറി പോയി. അതിപ്പം മഴത്തിട്ട് കൂടിയേക്കാല്ലേ. മിന്നി കത്തുന്ന വണ്ടി കണ്ടു. മോനെ, പണ്ട് ഞാൻ 2ാം ക്ലാസ് പഠിക്കുമ്പോ എന്റെ അച്ഛൻ എനിക്ക് ഇങ്ങനത്തെ ഒന്ന് വാങ്ങി തന്നു. എനിക്ക് വാപ്പല്ല, എനിക്ക് അച്ഛൻ എങ്ങനെ എഴുതാം. അപ്പൊ ഗോയ്സ്, ആകാശത്ത് ലൈറ്റ് ഒക്കെ. ഓ, അപ്പൊ അങ്ങനെയാണ് ഗോയ്സ്. നമ്മളിപ്പോ കോഴിക്കോട് ബീച്ചൊക്കെ എത്തി ഗോയ്സ്. ടയറിന്റെ ഉള്ളിൽ ലൈറ്റുള്ള വണ്ടി. അപ്പൊ ഗോയ്സ് തലേക്ക് പോണ് ഗോയ്സ്. ഇതൊക്കെയല്ലോ ഒന്നും കാണില്ല ഗൈസ്. എന്നാലും ഒരു എന്റെ പല്ല് കാണുന്നുണ്ട് ഗോയ്സ്. ഇരുട്ടായോണ്ട് ഒന്നും കാണുന്നില്ല ഗോയ്സ്. ഇപ്പൊ രാത്രിയാണ് സമയം അല്ലേ? ഇപ്പൊ രാത്രിയാണ് ഗോയ്സ്. അന്നോ കടലിപ്പോ നല്ല വെള്ളമുണ്ട്. ഇവന് കൊറേ നൊളവലിച്ച് അങ്ങനെ കടല് കാണിച്ചു തരും അങ്ങനെ കൊണ്ടുവന്നതാണ് ഗോയ്സ്. കടല് ഗോയ്സ്. അപ്പൊ ഇങ്ങനെയാണ് ഗോയ്സ്. കടല് തിരമാല വരുന്നോക്കി വള്ളത്തിൽ ഫോം വെച്ചാലും ഒന്നും ആവില്ല ഗോയ്സ്.
ഗുയിസ് സ്ഥിരം നല്ല അടിച്ച് കേറുന്നുണ്ട് ഗുയിസ്. പക്ഷെ എന്നാ ആള് കുറവാട്ടോ ഗുയിസ്. പണ്ട് നമ്മളിപ്പോ കഴിഞ്ഞ ഞായറാഴ്ച അതിന്റെ സൺഡേ അതിന് മുന്നത്തെ സൺഡേ അന്നല്ലേ, അന്ന് വന്ന നല്ല ആളുണ്ടായിരുന്നു. അതൊന്ന് ഓപ്പൺ ആയിട്ട് ഈ കാലം. ഇന്ന് പിന്നെ സൺഡേ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ന് മൺഡേ ആണ്, മൺഡേ അല്ലേ, ആള് കുറവാണ്. സൺഡേ ആണ് സൺഡേ, മൺഡേ ആണ്. യാ അപ്പൊ ഗോയ്സ് നമ്മളെ പാട്ട് ടീം, തിരുവനന്തപുരത്തുള്ള പാട്ട് ടീം പോയി ഗോയ്സ്. ഒരു വേറെ ടീമിനെ കിട്ടി ഗോയ്സ്. അടുത്തതായി ഞങ്ങൾ പാടുന്നതാണ് ഞങ്ങൾ അടിപൊളി പാട്ട്. ഓക്കെ ഗോയ്സ്. അപ്പം ഗോയ്സ് നമ്മളിങ്ങനെ നടന്ന് നടന്നോട്ടോ തേനോ അത്രയും നടന്നിട്ടില്ല ഗോയ്സ്. അനേ കണ്ട ഗോയ്സ് അവിടെ ഒരു തിരക്ക്, ഒരു കൂട്ടം കണ്ടോ അവിടെ ബലൂൺ ഗോയ്സ്. അതാണ് നമ്മുടെ കോഴിക്കോട്. നമുക്കൊന്ന് പോയി കണ്ടോ നമ്മുടെ കോഴിക്കോട്. ഭയങ്കര ആളുകളാണ് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നത്. കാണുന്നുണ്ട് ബാക്ക് ക്യാമറയിൽ ഒരു ഫോട്ടോ എടുത്തരാ വീഡിയോ എടുത്തേ. ഗോയ്സ് അവിടെ ഭയങ്കര തിരക്കാണ് ഗോയ്സ്. അല്ലോ ഗോയ്സ് നമ്മുടെ ഗോയ്സ് വരുന്നു ഗോയ്സ്. നമുക്ക് പഞ്ഞിമിഠായി വാങ്ങണ്ടേ? വേണ്ട, നമുക്കൊരു ചായ കുടിക്കാം ഗോയ്സ്. അപ്പൊ ഗോയ്സ് ഈ കല്ല് പണ്ട് ആരുണ്ടാക്കിയാന്ന് പറഞ്ഞത്? പെട്ടെന്ന് കണ്ടാൽ കാലെടുക്കണതാണെന്ന് തോന്നെങ്കിലും അപ്പൊ അങ്ങനെയാണ് ഗോയ്സ്. ഒക്കെ ഓല് പറഞ്ഞ പോലെ നമ്മക്കൊന്നും അറിയാം. ഇത് ചെസ് ബോർഡാ ഗോയ്സ്, ചെസ് ബോർഡ്. അല്ലോ ഗോയ്സ് ഇതാണ് ചെസ് ബോർഡ് ഗോയ്സ്. നമുക്ക് ചെസ് കളിക്കാൻ അറിയാത്തോണ്ട് നമ്മളിപ്പോ കളിക്കണില്ല അല്ലേ. ചെങ്ങായി ഒന്ന് കാണുന്ന പോലെ ഓന്റെ തലയിലെ ഫുള്ള് കളിവണ്ണൊക്കെ വന്നു. ചെസ്സിന് കുറച്ച് ബുദ്ധി വേണമെന്നറിയാം. ഭയങ്കര കോമഡി. അപ്പൊ അങ്ങനെയാണ് ഗോയ്സ്. കുറെ ആളുകൾ വെറുതെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് ചെക്കന്മാരൊക്കെ ഇരിക്കുന്നുണ്ട് ഗോയ്സ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ. അത് ലാസ്റ്റ് ഇനിയും പറയട്ടത്. ഞങ്ങൾ ഇത് ഇടക്കിടക്ക് പറയും ഗോയ്സ്. നിങ്ങൾ മറക്കാതെക്കാണ് ഗോയ്സ്. ഓക്കെ ഗോയ്സ്. അപ്പൊ ഈ കല്ലിന്റെ പ്രദീപം പറഞ്ഞ ഈ കല്ല് എടാ അത് പാമ്പാണ്. പാമ്പന്റെ കല്ല് ഇന്നത്തെ എന്താണ് ഗോയ്സ്? അത് നമുക്ക് ആർക്കും പറയാനറിയില്ല. അപ്പൊ നമുക്ക് അടുത്ത സൈറ്റിലേക്ക് പോകും. അല്ല, അടുത്ത കല്ലിന്റെ അടുത്തേക്ക്. അപ്പൊ അങ്ങനെ പറഞ്ഞ പോലെ ഓനൊന്ന് മാസ്ക് വരുന്നില്ല. ഓനെ മുഖം ഒന്ന് കണ്ടേക്ക് ഗോയ്സ്. ഇതാണ് നമ്മളെ റമീസ് ഇസ്ലാം. റമീസുൽ ഇസ്ലാം മദർസ അല്ല കേട്ടോ, അവന്റെ പേരാണ്. അതോ അടുത്ത കല്ല്. ഇത് മറ്റേ വീട്ടിലൊരു കൊട്ടാരുണ്ടായി. തരാം വീട് ഇവിടെ കല്ല് കാണില്ല ഗോയ്സ്. ഇത് ചാക്കാണ്. ചാക്കിന്റെ ഉള്ളിൽ എല്ലതും കൂടി അടങ്ങിയതാണ്. പെട്ടെന്ന് കണ്ട ടിപ്പു സുൽത്താന്റെ കോട്ട പോലെ ഇരിക്കും. ഞങ്ങൾ പെരയിലെത്തുമ്പോ ഒരാളെ കമ്പി ഉണ്ടാവും. നമുക്ക് പെരേക്കത്തണ്ടേ? അപ്പൊ അങ്ങനെ ഗോയ്സ് ഇവിടെ ഭയങ്കര തിരക്ക് ഗോയ്സ്. എന്താ തിരക്ക്. അപ്പൊ അടുത്ത കല്ല്. ഈ കല്ല് ഇപ്പൊ എന്താണ്? ഇതൊരു കല്ലാണ്, എനിക്കറിയാം. ഒരു പാറക്കല്ല്, തിരുമ്പണ കല്ല് പോലെ ഉണ്ടല്ലേ. എന്ത് കുരിശൻ പ്രകൃതി. ഈ ചങ്ങായിക്ക് തിരുമ്പണ കല്ലിനോട് എന്തോ ഒരു ഇതുണ്ടോണ്ട്. ഇതാണല്ലേ വീട്ടിൽ തിരുമ്പല് ഗോയ്സ്. അപ്പൊ ഗോയ്സ് ഇപ്പൊ ഇവിടക്ക് നല്ല ആളുണ്ട്. ഇത് ഇരിക്കണ കല്ല്, തിരുമ്പണല്ലേ ഇരിക്കണ കല്ല്. അവിടെ വേറൊരു വലിയ കല്ലുണ്ട് ഗോയ്സ്. ഏകദേശം എത്തി തുടങ്ങി ഗോയ്സ്. ഇവിടേക്ക് കുറെ കടകളുണ്ട് ഗോയ്സ്. പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിലൊന്നും കേറുന്നില്ല. ഇത് ബലൂണാണ് ഗോയ്സ്. ഇതൊരു ബലൂണാണ്. ഇത് ബലൂണ് ഗോയ്സ്. ബലൂൺ ബ്ലാക്ക് ബ്രീത്ത് ആണ് ഇതൊരു ബലൂൺ. അപ്പൊ അങ്ങനെയാണ് ഗോയ്സ്. അവിടെ ഐ ലവ് കോഴിക്കോട് ഉണ്ട് ഗോയ്സ്. നമുക്ക് അവിടെ പോയി നോക്കാം ഗോയ്സ്. ശരി, നമുക്ക് ഇഷ്ടമുണ്ടോ കോഴിക്കോടിനെ? നമുക്ക് നമ്മളെ മലപ്പുറം ഇഷ്ടം.
മറ്റേ അത് ജൈലോ കോഴിക്കോടിന് മുമ്പ് കോഴിക്കോടിനും ഇന്ത്യനും കേരളത്തിലും ഒക്കെ ഇഷ്ടപ്പെടുന്നു. ഒരു കോഴിക്കോടിനെ മാത്രം ഇഷ്ടം. ഫസ്റ്റ് കിട്ടിയാൽ ഫസ്റ്റ് കയറി നിൽക്കും, സെക്കൻഡ് കിട്ടിയാൽ സെക്കൻഡ് കയറി നിൽക്കും എന്ന് വിചാരിക്കും. പക്ഷെ അത് വേസ്റ്റ് ഇടുന്നവരാണ്. ഇതൊരു വെറൈറ്റി കല്ലായിരുന്നു ഗോയ്സ്. കാണി ഗോയ്സ്. ഓ രണ്ടാളും വെറും പട്ടിഷോക്ക് നിൽക്കാണ് ഗോയ്സ്. ഓരൊന്നും ഒരു ഇതുമില്ല ഗോയ്സ്. ഇതെന്താ എന്റെ ഇത് പറയും പേരൊക്കെ. ഇത് മറ്റാ സാധനം. അല്ലോ ഐ ലവ് കോഴിക്കോട് ഗോയ്സ്. ഐ ലവ് കോഴിക്കോട്. അവിടെയും ക്യൂ ആണ് ഗോയ്സ്. ഇപ്പൊ ക്യൂ നിക്കണില്ല. പോയി അപ്പൊ നമ്മള് ഒരു ഫ്രഞ്ചൈസ് ഒരു ചായ എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ പോയി വരാം. എന്നിട്ട് വേണമെങ്കിൽ ക്യൂ നിൽക്കാം. അപ്പൊ കണ്ടോളി എന്താ കുടിക്കാൻ പോണം നോക്കാം നമുക്ക്. കോഴിക്കോട് ബീച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കോഴിക്കോടുകാർ മാത്രമല്ല ഉണ്ടാവുക, മലപ്പുറത്താരൊക്കെ ഉണ്ട്. കൂടുതലും മലപ്പുറത്താരേക്കാളും ഗോയ്സ്. അപ്പൊ നമുക്ക് ഏരിയൊക്കെ ഭയങ്കര തിരക്ക് എല്ലാ കടയിലും. നമുക്കൊരു ചായ കുടിച്ചാലോ? ഇന്നിവിടെ കടികളില്ല. നമ്മളെ മറ്റേ കടക്ക പൊരിച്ച് കിട്ടണം, അതാണ് മെയിന്. കോഴിക്കോട് വന്ന ഒന്നെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ കടക്ക പൊരിച്ച്. അത് രണ്ടും നിർബന്ധമാണ്. ചായ കുടിക്കല് വേറെ നിർബന്ധം. ഇവിടേക്ക് ഭയങ്കര തിരക്ക് കാണുന്നു ഗോയ്സ്. എല്ലാരും ചായ കുടിക്കണം ഗോയ്സ്. ഇവിടെ കാടമുട്ടുണ്ട്, കാടമുട്ട. ഇവിടെ കടക്ക പൊരിച്ചില്ലേ ഗോയ്സ്? ഇവിടെ ഉണ്ടോ നോക്കുക ഗോയ്സ്. അവിടെ കടക്ക പൊരിച്ചുണ്ട് ഗോയ്സ്. അപ്പം അടുത്ത് നമ്മള് വേറൊരു കട കണ്ട് തിരക്ക് കുറഞ്ഞത് ഗോയ്സ്. അപ്പൊ നമ്മൾ അവിടെ പോകുന്നു ഗോയ്സ്. ഇരുട്ടായിട്ടൊന്നും കാണുന്നില്ലല്ലോ. അത് രാത്രി ആയിട്ടാടാ. രാത്രി വെളിച്ചുണ്ടാവില്ലല്ലേ? രാത്രി വെളിച്ചല്ലേ ഗോയ്സ്. എന്തുകൊണ്ടാന്ന് അറിയില്ല ഗോയ്സ്. അപ്പൊ അവിടെ കുപ്പിയിൽ ലൈറ്റ് ഗോയ്സ്. അതാണ് ആകാശവാണി. അതിന്റെ ബാക്കിൽ ആകാശവാണി കോഴിക്കോട്. ഓൻ അത് ഇതൊക്കെ വരും. ഇതോ ഇവിടേക്ക് ക്യൂ ആണ് ഗോയ്സ്. ഇവിടെ കടിയുണ്ടോ നോക്കും ഗോയ്സ്. ഇവിടെ കടക്ക പൊരിച്ചില്ല ഗോയ്സ്. നമ്മൾ പോകുന്നു. കാക്ക കടക്ക പൊരിച്ചില്ലേ ഉണ്ടാക്ക? ഇല്ല. അപ്പൊ ഇല്ല ഗോയ്സ്. നമ്മൾ അടുത്ത കടയിൽ വീണ്ടും പോകുന്നു. അങ്ങനെ വീണ്ടും ശശിയായിരിക്കുന്നു. അടുത്ത കടയിലേക്ക് വീണ്ടും പോകുന്നു. നമുക്കൊരു പുത്തിരിയല്ലോ. പക്ഷെ വണ്ടി വെച്ചതും ഇവിടെ ഓർമ്മ ഉണ്ടോ ഗോയ്സ്? നമ്മളെ പള്ളിക്ക് പോകണം അവിടെയാണ് ഗോയ്സ്. എനിക്കറിയാം. ആരും പോയിട്ട് ലാസ്റ്റ് വണ്ടി ഇവിടെ തപ്പിയാണ്. ചേട്ടാ കടക്ക പരിച്ചുണ്ടോ? എങ്ങുമില്ല കയ്യിലോ? ഓ ഗോയ്സ്, സാഡ് ഗോയ്സ്. ഇപ്പൊ ഒരു പാട്ട് പാടാൻ പോകുന്നത് ഇവിടെയും തിരഞ്ഞു അതല്ല ഗോയ്സ്. കാട പരിച്ചത് കണ്ടില്ല. കാടല്ലടാ കടക്കാണ്. എന്തെങ്കിലുമൊക്കെ ഇവനെ ഞങ്ങൾ കൊണ്ടു. ഓനൊന്നും അറിയില്ല ഗോയ്സ്. ഗോയ്സ് ഇവിടെങ്കിലും ഉണ്ടായാൽ മതി എന്ന് പ്രതീക്ഷിക്കുന്നു ഗോയ്സ്. ഇപ്പൊ ഒരു കടയാണ് ഗോയ്സ്. മാറി ഗോയ്സ്. ചോദിക്കട്ടെ ഗോയ്സ്. കടക്ക വരിച്ചുണ്ടോ? കടക്ക വരിച്ച്. ഓ ഇപ്പൊ ക്ഷാമാണ് ഗോയ്സ്. കടക്കൊക്കെ ഭയങ്കര ക്ഷാമാണ് ഗോയ്സ്. അവിടെ ഉണ്ടോ ബോസേ? ബോസേ കടക്ക പൊരിച്ചുണ്ടോ? ചൂടുള്ളുണ്ട് അല്ലോ അവിടെ ആയിരിക്കുന്നു ഗോയ്സ്. ആ 3 കല്ല് മേലോട്ട് കയ്യ് പൊള്ളണം. നാളെ കൊള്ളാൻ എന്നാ 2-3 ചായ എടുക്കുക, 3 കടക്കടുക്കി ഗോയ്സ്. ഒരു 3 ചായ. 3 ചായ ദമ്മായിക്കോട്ടെ. അടിപൊളി ആയിക്കോട്ടെ. ഇല്ല കടക്ക മക്കളെ 3 ഉണ്ട്. സാധനം അവിടെ റെഡിയാണ് ഗോയ്സ്. സാധനം ചായക്കട നമുക്ക് ആകെ കിട്ടിയൊരു ചായക്കടയാണ് ഗോയ്സ്. അത് പൊക്കവിടെയാണ് ഗോയ്സ്. അല്ല അത് ഇതാണ് കോളിഫ്ലവർ ആണ് ഗോയ്സ്. കടക്ക വരച്ച ഗോയ്സ്. ഈ കൈ പൊള്ളണ്ട ഗോയ്സ്. കൈ പിന്നെ അങ്ങനത്തെ സാധനം. ഹായ് ഹൗ ആർ യു? പേര് പറയും ഗോയ്സ്. ഞാൻ കോഴിക്കോട് ആരിസ്ഖാന്റെ തട്ടുകട ബീച്ച്. നിങ്ങളെ പേരറിഞ്ഞില്ല. നിങ്ങളാണ് ആരിഫ്. മൂപ്പർക്ക് പേരില്ലല്ലോ. അപ്പൊ എന്താ പറഞ്ഞപ്പോ? മോഹൻലാലിയാണ്. ഞാൻ യൂട്യൂബിലുണ്ട് ആരിസ്ഖാന്റെ തട്ടുകട.
അവിടെ ചായ കല്ലുമക്ക ഉള്ളിവിടെ ഗോയ്സ് നമ്മളിവിടെ ഇരുന്ന് ചായ കുടിക്കാൻ പോവാണ് ഗോയ്സ്. അതും നല്ല തെങ്ങിന്റെ ചോട്ടില് ഗോയ്സ്. ഇവിടെ ഇരിക്കും ഗോയ്സ്. നമ്മളെ ചങ്ങായി ആ സാധനം കൊണ്ടുവരുന്നുണ്ട് ഗോയ്സ്. ആ ചങ്ങായി തരേണ്ടത് അത് കൊറേ നേരായി. തിന്നോക്കട്ടെ ഗോയ്സ്. നല്ല ചൂടുണ്ട് ഗോയ്സ്. ഞാൻ തരില്ല ഗോയ്സ്. തിന്നിട്ട് തരാൻ പോവാൻ കഴിയുന്നു. കൈ നല്ല ചൂടുണ്ട് ഗോയ്സ്. അവനെന്തെടുക്കണേ? അതിപ്പോ നമുക്ക് പിന്നെ പോകുമ്പോ കൊടുക്കാം. അതങ്ങനെ തന്നെ നമ്മുടെ ആരിഫ്ക നമ്മളെ ചങ്കൽ ആരിഫ്ക. ഗോയ്സ് ചങ്ങായി തരുന്നില്ല ഗോയ്സ്. ചൂടായിട്ടാണ് ഗോയ്സ്. ഇവിടെ വെക്ക് ഗോയ്സ്. ഇരിക്ക് ഗോയ്സ്. റെമി ഇരുന്നാൽ ചിലപ്പോ ഇത് പൊട്ടും. തല അടിച്ച് പൊട്ടിച്ചോളേക്കാണ്. അതിനൊന്നും കുഴപ്പമില്ല. റെമിയെ വണ്ടി വാ ഗോയ്സ്. നമ്മളിവിടെ ഇങ്ങനെ ചായ കുടിക്കാതിരുന്നപ്പോഴാണ് അവിടെ ഒരു കട കണ്ട്. പോയി നോക്കാം ഗോയ്സ്. ഇത് മോതിരക്കടയാണ് ഗോയ്സ്. ഇപ്പൊ പേര് എഴുതി തരും തോന്നുന്നുണ്ട് ഗോയ്സ്. വെറൈറ്റി ഐറ്റംസ് മോതിരങ്ങളുണ്ട് ഗോയ്സ്. ഇതൊക്കെ പേര് ചെയ്ത് കാക്ക എത്ര വരുന്നേ? ഇതിന് 30 രൂപ. ഇതിന്മേല് പേര് എഴുതുന്ന ടൈപ്പാ ഗോയ്സ്. കാക്കാന്റെ മോതിരക്കട. അപ്പൊ നമുക്ക് മോതിരം വേണ്ട. അപ്പം വെള്ളി മോതിരം നമ്മളെ കൈക്കലുണ്ട് ഗോയ്സ്. അങ്ങനെ നമ്മൾ ചായ കുടിക്കുന്നു ഗോയ്സ്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ ആണ് പങ്കുവെക്കുന്നത്. ഇത് എണ്ണയിലാണ് പൊരിച്ചത്. ചൂടുള്ള എണ്ണയിൽ പൊരിച്ചത് കൊണ്ട് തന്നെ ഇതിന് ഭയങ്കര ചൂട്. ചങ്ങായിമാര് ഇതാണ് കോളിഫ്ലവർ. ഇത് കോളിഫ്ലവർ വെറും കോളിഫ്ലവർ അല്ല, പൊരിച്ച കോളിഫ്ലവർ മാറിപ്പോകും. പുതിയ കാണുള്ളൂ ഫ്ലാഷൊക്കെ. ഇതൊക്കെ എങ്ങനെ ഇത് തൂമയിച്ചില്ല ഗൂയിസ്. നമ്മളെ തട്ടല്ലേ? നമ്മളെ തട്ടുകടയത്ത് അതേ ടേസ്റ്റ് ഇല്ലേ ഗൂയിസ്. എല്ലാരും ഇങ്ങനെ നിന്ന് തിന്നുന്നു ഗൂയിസ്. ഇതില്ല. ഗോയ്സ് ഇവിടേക്ക് വളരെ വേസ്റ്റ് ഇട്ടാണ് ഗോയ്സ്. നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല ഗോയ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സർവത്ത് കുടിക്കും ഗോയ്സ്. അവിടെ ഒരു നല്ലൊരു സർവത്തും കട ഉണ്ട് ഗോയ്സ്. അടിയില്ലേ കുടിക്കാനുള്ളതാണ്. ഓ ഞാൻ വിചാരിച്ച കുളിക്കാനുള്ളതാണ്. അള്ളാ കല്ലുമക്കായി ഗോയ്സ്. കൂടി നിന്നല്ലേ അടിപൊളി ഗോയ്സ്. കടയുണ്ടോ? എന്ത് ചൂടുള്ളോണ്ട് ടേസ്റ്റ് കുറവാണ് ഗോയ്സ്. രാവിലെ കൊണ്ടുവിട്ടങ്ങാടി പോയി 2 പേര് ഓടുന്നു ഗോയ്സ്.